ലിവിവിൽ ഒരു ദിവസം ഞാൻ അതിനൊരു വീഡിയോ പിടിച്ചു. ലിവിവിൽ പോയപ്പോ ഞാനിങ്ങനെ അതിന്റെ സെന്ററിൽ പോകുന്ന സമയത്ത് ഞാൻ അതെല്ലാം ഇങ്ങനെ വീഡിയോ ആക്കാം. അപ്പൊ ഒരു കുട്ടി മഞ്ഞിൽ കളിക്കുന്നു. എന്റെ ഉള്ളു വല്ലാതെ വേദനിച്ചു. കാരണം ആ കുട്ടി മഞ്ഞിൽ കളിക്കുന്ന സമയത്ത് പോലും അതിന് വിലക്ക് വരുന്നുണ്ട്. ഉം. ഉം. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരുടെ ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു. ഉം. സ്കൂളുകള് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. അതിൽ എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ സ്കൂളിൽ വിട്ടു? കാരണം ഇപ്പം വരുന്ന മിസൈലുകളിലൊന്നും ഹോസ്പിറ്റലൊന്നില്ല, സ്കൂളെന്നില്ല, കോളേജെന്നില്ല, റെയിൽവേ സ്റ്റേഷനില്ല, സിവിലിയൻസിന്റെ വീടുകളിലേക്കാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്ന അറ്റാക്കില് എനിക്ക് തോന്നുന്നു 3 or 4 വൃദ്ധര് മരിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനു മുമ്പ് ഞാൻ കീവിലായിരുന്ന സമയത്ത് അത് ഞാൻ ആ പിക്ചർ ഷെയർ ചെയ്യാം. ഉം. അതില് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്കാണ് അത് പ്രോപ്പർ ആയിട്ടത് അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമുച്ചയം എന്ന് ഞാൻ പറഞ്ഞാൽ ചുറ്റോട് ചുറ്റും ഒരു 30-35 നിലകളുള്ള വീടുകൾ ഒരു 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 അത്ര ആ ഏരിയയിൽ തന്നെ ഒരു 100 എണ്ണം കാണും. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം ആ മരണസംഖ്യ എത്രയാകുമായിരുന്നു എന്ന്. യുക്രൈൻ ഒരു ശകലം, അത് ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതൊരു ശകലമെങ്കിലും പറയാം 4 എന്നുള്ളത് അത് 400 അല്ല 4000 മാറിയേനെ അന്നത്തെ മരണം. അതും ഇവിടെ ഈ മിസൈലൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാല് ഏർലി മോർണിംഗ് 2 മണി, 1 മണി, 12 മണിയൊക്കെയാണ്. ആ സമയത്ത് മഞ്ഞ് പൊഴിയുന്നുണ്ടാവും. ഓക്കെ. തണുപ്പിന്റെ ഒരു -20ഉം -18ഉം ഒക്കെ ആവുന്നൊരു സമയമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മിക്കവാറും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷന്മാരില്ല. ഉള്ള പുരുഷന്മാർ മുഴുവൻ യുദ്ധത്തിന് ഏർപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മരിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മെന്റൽ ട്രോമയോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിസ്റ്റർബൻസസോ ഇങ്ങനെയൊക്കെ വന്നിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ അവര് അംഗവൈകല്യം വന്നവരായിരിക്കും. കാല് മുറിച്ചു കളഞ്ഞവരും കൈ മുറിച്ചവരും ഒക്കെ ആയിരിക്കും. മെന്റലി ഭയങ്കര ട്രോമയിലൂടെയാണ് ഈ ഒരു രാജ്യം പോകുന്നത്. അപ്പോ ആ സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഏത് അമ്മയ്ക്ക് ഇറങ്ങി ഓടാൻ പറ്റും? കറണ്ട് ഉണ്ടാവില്ല, ഹീറ്റിംഗ് സിസ്റ്റം ഇല്ല. എങ്ങോട്ടാണ് ഈ 2 മണിക്കും 1 മണിക്കും ഒക്കെ മിസൈല് വരുമ്പം സ്വന്തം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ആർക്കാണ് രക്ഷപ്പെടാൻ പറ്റുക? ആണുങ്ങളില്ലാത്ത, സഹോദരന്മാരും പുരുഷന്മാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ എടുത്തോണ്ട് എങ്ങോട്ടാ പോവുക? വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ഇവിടെ.